സോ ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 3 ഫോൺസിനെ കുറിച്ചാണ്. പിന്നെ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ ഉണ്ട്, അതായത് നമ്മൾ ഈ പറയാൻ പോകുന്ന എല്ലാ ഫോൺസും ശരിക്കും പറയുവാണെങ്കിൽ ബേസിക് ഫോൺസ് ആണ്. എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ യൂസേജിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫോൺസ്. ഇതിൽ നിന്ന് ഒരിക്കലും മികച്ച ഗെയിമിംഗ് പെർഫോമൻസോ ക്യാമറ പെർഫോമൻസോ ഒന്നും പ്രതീക്ഷിക്കരുത്. എനിവേ, എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി M14 5G. സോ എന്തായാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു PLS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. എക്സിനോസിൻ്റെ 1330 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതെന്തായാലും ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് റയർ സൈഡിൽ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ കൊടുത്തിട്ടുണ്ട്. സാംസങ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കാൻ വേണ്ടി 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടിക്കകത്ത് ചാർജർ വരുന്നില്ല. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 13 മുകളിലായിട്ട് One UI 5.1 ആണ്. ഫൈനലി ഈ ഫോണിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 11,382 രൂപയാണ്. സോ ശരിയാണ്, ഈ ഫോണിൻ്റെ പ്രൈസ് 10,000 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷേ എന്നാൽ പോലും ഓഫർ ടൈമിലൊക്കെ നമുക്ക് മിക്കവാറും 10,000 രൂപയ്ക്ക് താഴെ ഈ ഫോൺ കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു ഡേ ടു ഡേ യൂസേജിന് പറ്റിയൊരു ഫോൺ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ബോക്സിനകത്ത് ചാർജർ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു മുട്ടൻ നോച്ച് കാണാൻ പറ്റും. സോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ഫോണാണ് Moto G34 5G. സോ എന്തായാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ 6.5 ഇഞ്ചസിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. അതൊരു LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. Qualcomm Snapdragon 695 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. പിന്നീട് റയർ സൈഡിൽ 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടറാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 14 ആണ്. അതുപോലെ തന്നെ ഫൈനലി ഈ ഫോണിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 10,999 രൂപയാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് 10,000 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷേ എന്നാൽ പോലും ഓഫർ ടൈമിലൊക്കെ നമുക്ക് മിക്കവാറും 10,000 രൂപയ്ക്ക് താഴെ കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നീട് ഗെയിമിംഗ് പെർഫോമൻസും ഒപ്പം തന്നെ ഓവറോൾ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. കാരണം കഴിഞ്ഞ വർഷം വരെ 20,000 രൂപ റേഞ്ചിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫോൺസിൽ വന്നുകൊണ്ടിരുന്ന Qualcomm Snapdragon 695 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. സോ ഈ പ്രൈസ് പോയിന്റിൽ തന്നെ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ടു ഡേ യൂസേജിനും അത്യാവശ്യം നൈസാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഈ ഫോണിൽ HD+ ഡിസ്പ്ലേ മാത്രമാണ് കിട്ടുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. സോ എന്തായാലും ഈ പ്രശ്നം നിങ്ങൾ അത്രയും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ടും അവസാനമായിട്ടും വരുന്ന ഫോണാണ് Poco M6 Pro 5G. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി ഫോണായിട്ട് തോന്നിയത് ശരിക്കും ഈ ഫോണാണ്. എനിവേ, എന്തായാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ 6.79 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 90 ഹെർട്സ് IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഈ ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 4 Gen 2 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നീട് റയർ സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടി 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 13 മുകളിലായിട്ട് MIUI 14 ആണ്. ഫൈനലി ഈ ഫോണിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 9,499 രൂപയാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ക്യാമറ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിവേ, എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോൺ കണ്ണ് പൂട്ടി വാങ്ങാം. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 3 ഫോൺസ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാ ഫോൺസിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.